ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇത് ചെറുപയർ കൊണ്ടുള്ളൊരു പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ട് അത് നന്നായി കഴുകിയിട്ട് ഇവിടെ ആറാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അധികം അങ്ങനെ ഡ്രൈ ആവൊന്നും വേണ്ട, നമ്മളത് വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നെയ്യ് ഉപയോഗിച്ച് വറുക്കുന്നതുകൊണ്ടാണ് ഒന്ന് കഴുകിയെടുത്തത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് വറുത്തിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്പം നെയ്യ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ചെറുപയറിനെ 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ വറുത്തെടുക്കണം. ഒരു ഘട്ടത്തിൻ്റെ അകത്തേക്ക് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ട് എടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് നമുക്ക് അത് അലിഞ്ഞു പോകാൻ പാടില്ലാത്ത വിധം നല്ല ഒരു സ്റ്റേജിൽ ഇത് എടുക്കണം. ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിൽ വേണം ഇത് നമ്മൾ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. അതങ്ങ് വാങ്ങി വെച്ചു. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ആവേണ്ട ആവശ്യമില്ല. ഇതൊരു മിഡിൽ സ്റ്റേജിൽ നമുക്കിത് വാങ്ങി വെക്കാം. അത്രയും ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത്ര മതി. ഇനി ഇത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? മറ്റേത് നന്നായിട്ടായിട്ടുണ്ട്, ഇതൊരു മീഡിയത്തിലായിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് നമ്മൾ ഇട്ട് ഇതൊന്ന് പച്ചമണം മാറുക മാത്രം ചെയ്താൽ മതി. കാരണം നമുക്ക് പായസത്തിന് കൊഴുപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാടൊന്നും അങ്ങനെ വറക്കില്ല. അപ്പോൾ ഇതങ്ങ് നമുക്ക് മാറ്റി വെക്കാം. ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വെക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ പറയാം. അപ്പം ഇത്ര മതി. ഇതൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം 3 തരത്തിലാണ് നമ്മളിത് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതായത് ഈ ചെറുപയർ നമുക്ക് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പച്ച തേങ്ങയാണ് നല്ലത്. നല്ല പച്ച തേങ്ങയാകുമ്പോൾ നന്നായിട്ട് പാൽ കിട്ടും. ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞത് അത് അക്കോർഡിംഗ്ലി ആണ്. അവരവർക്ക് ഇഷ്ടമുള്ളത്ര തേങ്ങ എടുക്കാം. പാൽ കൂടുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവും പ്രഥമൻ. പിന്നെ നമുക്ക് പാല് പിഴിയുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഉരുക്കാൻ വെക്കണം, മെൽറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ വെള്ളമാണിത്. വെള്ളം കഴുകിയെടുത്തതാണ്, അതാണിങ്ങനെ. അപ്പോൾ ഇതൊന്ന് 1/2 ഗ്ലാസ് വെള്ളം, അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു ലേശം ചൂടുവെള്ളം എടുത്തിട്ടാണ് അടിച്ചത്. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിലാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുത്തിട്ട് ഫസ്റ്റ് പാല് മാറ്റി വെക്കാം. ഇതിന് മുമ്പാല്, തൻപാല് എന്നൊക്കെ ഓരോരുത്തർ പറയും, ഓരോ നാട്ടിൽ അങ്ങനെ പറയും. അപ്പോൾ ഈ പാല് മാറ്റി വെച്ചിട്ട് വീണ്ടും പിഴിഞ്ഞ തേങ്ങ കുറച്ചുകൂടി വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം. അങ്ങനെ പിഴിഞ്ഞെടുത്താൽ രണ്ടാമത്തെ പാലിലാണ് നമ്മൾ ഈ പയർ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ പയർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാലാണിത്. ആ പാല് മൊത്തം തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തൻപാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് രണ്ടാമതായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 വിസിൽ 3 വിസിൽ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒക്കെ വറ്റി നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മെൽറ്റ് ചെയ്ത ശർക്കര, വെല്ലം ഉണ്ടല്ലോ, അത് നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എന്തിനാണ് അരിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, അരിച്ചിട്ടില്ലെങ്കിൽ കണ്ടില്ലേ അതിൻ്റെ അകത്ത് പൂഴി ചെറുകല്ലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കിയതിന് ശേഷം അരിപ്പ വെച്ച് അരിച്ചിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, കുറച്ചൊരു ലൈറ്റ് ഒരു തുള്ളി ഒരു തിളച്ചാറിയ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അതും കൂടി അങ്ങോട്ടേക്ക് ഇതായിട്ട് പോവും. അപ്പം അങ്ങനെ ശർക്കരപ്പാനി എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൂടി ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് യോജിച്ച് വരട്ടെ. വെള്ള ഈ കളറുണ്ടായാലേ നല്ല പ്രഥമന് നല്ലൊരു കളറുണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല ഒന്ന് കുറുകി വരണം. അപ്പം അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് എല്ലാം കൂടി നല്ല യോജിച്ച് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ എടുത്തു വെച്ച തൻപാലില്ലേ, ഫസ്റ്റ് പാല് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. ഒന്നെല്ലാം യോജിച്ച് ഒരു നല്ലൊരു കൊഴുത്ത രൂപത്തിലാകുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ പ്രഥമൻ്റെ കളർ മാറിയില്ലേ പാലൊഴിച്ചപ്പോൾ. അപ്പോൾ പാല് നമുക്ക് ഓപ്ഷണലാണ് എത്ര എടുക്കണം എന്നുള്ളത്. അപ്പോൾ ചിരവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും തേങ്ങ കൂടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ അല്പം ഉപ്പ്, കാരണം ഉപ്പ് ഇത്ര മതി, കാരണം വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഒരു പിഞ്ചുപ്പ് മതി. അഥവാ കൊഴുത്തു പോയെങ്കിൽ അല്പം പാലോ അല്ലെങ്കിൽ കുറച്ച് തിളച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ പ്രഥമൻ റെഡിയായി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് വറുത്തെടുക്കാം. പാത്തിയും ചട്ടി തന്നെയാണ്, അല്പം നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് അതിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുക്കാം, കോരിയിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രഥമൻ റെഡിയായി. ഇനി എല്ലാവരും ഓടി വരൂ, നമുക്ക് പ്രഥമൻ കുടിക്കാലോ. എല്ലാവരും വായോ. അപ്പം അങ്ങനെ നമ്മുടെ പ്രഥമൻ റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ആ തേങ്ങ പിഴിയാനുള്ള ഒരു പാടേ ഉള്ളൂ. ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കുന്നുണ്ട്. ആരാണോ ആദ്യം വരുന്നത് അവർക്ക് എടുത്ത് കുടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക് യു.